ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്രിമിനലായിരുന്ന ഒരു 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 പീഡോഫൈലായിരുന്ന ഒരു മനുഷ്യൻ, ഒരു ബ്രോക്കർ, എങ്ങനെയാണ് അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നത്? അയാളുടെ ഫയലിനകത്ത് കിങ് ജോങ്ങിൻ്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് ഷീ ജിങ് പിങ്ങിൻ്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് വ്ളാഡിമിർ പുടിൻ്റെ പേരുണ്ടോ? ഇല്ലല്ലോ. അയാളുടെ ഫയലിനകത്ത് ഇറാൻ സുപ്രീമോയുടെ പേരുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അയാളുടെ ഫയലിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് മാത്രം എങ്ങനെ വന്നു? ഈ രാജ്യത്തെ എല്ലാ രാജ്യത്തിൻ്റെയും ചീഫ്മാരുടെ, പ്രധാനമന്ത്രിമാരുടെ, പ്രസിഡന്റുമാരുടെ പേര് വന്നിട്ടില്ലല്ലോ. പേര് വരാത്ത മനുഷ്യന്മാർ അപ്പുറത്ത് നിൽക്കെ എന്തുകൊണ്ട് ആ ചേരിയിൽ നമ്മൾ നിന്നില്ല? നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് അതിനകത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിന് സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോഴുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് ആ ട്വീറ്റ് പിൻവലിച്ചു എന്ന് കണ്ടു. പക്ഷേ നോക്കൂ, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസിനകത്ത് നമ്മുടെ സർക്കാർ കുടുങ്ങി നിൽക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾ, കർഷകരുടെ താല്പര്യങ്ങളെ മൊത്തം ബലി കഴിച്ചുകൊണ്ട് ട്രംപുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുന്നു. ആ ഡീല് അഹങ്കാരത്തോടെ ട്രംപ് ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പഴയ നികുതിയിലേക്ക് തിരിച്ചു വന്നു പോലുമില്ല. പഴയ നികുതിയിലേക്ക് തിരിച്ചു വരാതെ ഇപ്പോഴും ഉയർന്ന നികുതി നിലനിർത്തിയിരിക്കുന്നു. വൻ നികുതി പ്രഖ്യാപിച്ചിരുന്നൊരു ഇളവ് തന്നിരിക്കുന്നു. എന്നിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തുമെന്ന്. എത്രയോ കാലമായി നമുക്ക് സാഹോദര്യം ഉണ്ടായിരുന്ന, നമുക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്ന, പ്രതിരോധ ഡീലുണ്ടായിരുന്ന റഷ്യയുമായിട്ട് നമ്മൾ ഏർപ്പാട് നിർത്താൻ പോവുകയാണെന്ന് അമേരിക്ക ഇപ്പോൾ രാജ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് നാം ഇന്ത്യക്കാരുടെ മുഖത്ത് നോക്കി അയാൾ അഹങ്കാരത്തോട് പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും മൗനമാവുന്നു, സർക്കാരും മൗനമാവുന്നു, ആർക്കും ഒന്നും പറയാനില്ല. ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ? ഈ പ്രശ്നം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എപ്സ്റ്റീൻ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, എപ്സ്റ്റീൻ വിചാരിച്ചാൽ പ്ലെയിൻ കയറി എവിടേക്കും പോയി ആരെയും കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? എപ്സ്റ്റീൻ വാസ് എ ക്രിമിനൽ ആൻഡ് ഒരു പിഡോഫൈൽ. കുട്ടികളെ പീഡിപ്പിച്ച ആളാണ്. വലിയ തോതിലുള്ള അക്രമങ്ങൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന ആളാണ്. യുദ്ധങ്ങൾ പോലും ആസൂത്രണം ചെയ്ത ആളാണെന്ന് അയാളെക്കുറിച്ച് ആരോപണമുണ്ട്. അയാളാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പരിപാടികളും മൂവ്സ് എല്ലാം പ്ലാൻ ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളുടെയും പ്രീമിയേഴ്സ് അല്ലെങ്കിൽ അധികാരികൾ ഇല്ലാതിരുന്ന ഒരു പട്ടികയിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഹർദീപ് സിംഗ് പുരിയുടെയൊക്കെ പേര് വരുന്നു എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണം. അത് വിശദീകരിക്കണമെന്നാണ് ഈ സർക്കാർ സറണ്ടേർഡ് എന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നത്. അതിന് ഗവൺമെൻറ്റിന് ഉത്തരവൊന്നുമില്ല. ഗവൺമെൻറ് പോലെ ദേശദ്രോഹി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി വേറെ എന്തെങ്കിലും വൃത്തിയത് പറയും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ഏജൻ്റാണെന്ന് മറ്റു പറയും. അതിന് കൈയടിക്കാൻ കഴിയുന്ന ഒരാൾക്കൂട്ടവും ആരവവും അന്തരീക്ഷവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ അവരുടെ ഒരു സൗകര്യമാണ്. പക്ഷെ അതിനപ്പുറം പോകുന്ന വലിയ ദീർഘകാലം സഞ്ചരിക്കേണ്ട വലിയ ആഴമുള്ള ചോദ്യത്തെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തെ, അദ്ദേഹം ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തെ നാം ഇന്ത്യക്കാർ വാല്യൂ ചെയ്യേണ്ട ഒന്നാണ്. കാരണം കോർ ഇഷ്യൂസിനൊന്നും ഈ ഭരണകൂടം മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഭരണകൂടത്തിൻ്റെ മൗനം നമ്മുടെ അടിസ്ഥാന താല്പര്യങ്ങളെ ബലി കഴിക്കുന്നതാണെന്നുള്ള സീരിയസ് പ്രശ്നം അവിടെ നിൽക്കുകയും ചെയ്യണം.